11 സീസണായിട്ടും ISLൽ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഏക ടീമാണ് അല്ലെങ്കിൽ ഏക ഫുട്ബോൾ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് പല ISL ടീമുകളെ എടുത്തു നോക്കുകയാണ് ഉണ്ടെങ്കിൽ ISL നിലവിൽ 13ഓളം ടീമുകളാണ് ഉള്ളത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ടീമിനും ഒരു ഇൻഡിവിജ്വൽ ട്രോഫി എങ്കിലും ഉണ്ട്. അതിപ്പോൾ ഡ്യൂറൻ കപ്പ് ആവട്ടെ, സൂപ്പർ കപ്പ് ആവട്ടെ, അതുമല്ലെങ്കിൽ ISLോ ISLൻ്റെ ലീഗ് ഷീൽഡോ ആവട്ടെ, ISL കപ്പ് അല്ലെങ്കിൽ ISL ലീഗ് ഷീൽഡ് ആവട്ടെ, ഏതെങ്കിലും ഒരു ട്രോഫിയെങ്കിലും ആ ടീമിന് അവകാശപ്പെടാനായിട്ട് ഉണ്ട് എന്ന് എടുത്ത് പറയാനായിട്ട് സാധിക്കും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 11 സീസണായിട്ടും ഒരു ട്രോഫി പോലും നേടുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൽ ആരുടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം പറയുവാനായിട്ട് ആർക്കും സാധിക്കുന്നതല്ല. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്താണോ പ്രശ്നം, അതോ പ്ലെയേഴ്സിൻ്റെ ഭാഗത്താണോ പ്രശ്നം, അതോ മാറി മാറി മാനേജ്മെൻറ്റ് പരീക്ഷിക്കുന്ന ഓരോ കോച്ചുമാരുടെ ഭാഗത്താണോ തെറ്റ്, എന്താണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു തെറ്റ്? സത്യം പറഞ്ഞാൽ നമ്മൾ മോഹൻ ബഗാൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ടീമിൽ ഒരു ഏറ്റവും മികച്ചതായിട്ട് കളിക്കുന്ന ഒരു താരമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാർ വാല്യൂ ഒക്കെ ഉള്ള ഒരു താരമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കോച്ചാണെങ്കിൽ പോലും തങ്ങളുടെ ടീമിൽ അത്ര കണ്ടൊരു പ്രകടനം റീസെൻറ്റ് ഫോമിൽ അദ്ദേഹം കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്റോണിയോ ലോപ്പസ് അബ്ബാസിനെ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് സാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഗോവൻ പരിശീലകനായിട്ടുള്ള ഇവാൻ ഫെറാണ്ടയെ കൊണ്ടുവന്നു. ഇവാൻ ഫെറാണ്ടയുടെ ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം വന്നൊരു സീസണിൽ അദ്ദേഹത്തിനൊരു 3 മത്സരം ഫോം ഔട്ട് ആയപ്പോൾ അദ്ദേഹത്തെയും സാക്ക് ചെയ്ത് വീണ്ടും അബ്ബാസിനെ കൊണ്ടുവരുന്ന കാഴ്ച, അന്റോണിയോ ലോപ്പസ് അബ്ബാസിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഒരിക്കലും ഒരു പരിശീലകനിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത അല്ലെങ്കിൽ പലപ്പോഴും സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ATK മോഹൻ ബഗാൻ്റെ മാനേജ്മെൻറ്റ് എത്രമാത്രം മുൻപിലാണ് എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 വർഷം കോൺട്രാക്റ്റിലായിരുന്നു മിഗാൽ സഹറ എന്ന് പറയുന്ന പരിശീലകനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. മിഗാൽ സഹറയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സീസൺ മുഴുവൻ പോലും, അത് 2 സീസണിൻ്റെ കരാറുണ്ടായിട്ട് പോലും ഒരു സീസൺ മുഴുവൻ പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സീസൺ മോശമാകുമ്പോഴത്തേക്കും മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിലവിലുള്ള കോച്ചിനെ സാക്ക് ചെയ്യുന്ന കാര്യം. അത് സാക്ക് ചെയ്യുന്നത് സീസൺ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും സാക്ക് ചെയ്യുന്നത്. പിന്നീട് പുതിയ പരിശീലകനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. അതുതന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ഡെവലപ്മെൻറ്റ് പരിശീലകനായിട്ടുള്ള തോമസ് ഷോസിനെയും TG പുരുഷോത്തമനെയും വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് റെസ്റ്റ് ഓഫ് ദ സീസൺ കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ വരാൻ പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഡേവിഡ് കെറ്റാലയാണ്. സ്പാനിഷ് പരിശീലകനാണ്. ഒരുപാട് സ്പാനിഷ് മയമുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനാണ് ഇദ്ദേഹത്തിന് താല്പര്യമുള്ളത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിന് ബേസിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി നേടുവാനായിട്ട് സാധിക്കുമോ എന്നാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രോഫി ഇല്ലായ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും താരങ്ങൾ ഒരു വിജയത്തിൽ അല്ലെങ്കിൽ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ലാതെ കളിക്കുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ് പോയൊരു ഡ്യൂറൻ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിലെ കാര്യം എടുത്തെടുത്ത് വീണ്ടും പറയേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം മോഹൻ ബഗാൻ്റെ ഒരു B ടീമിനോടാണ് അന്ന്, അല്ലെങ്കിൽ മോഹൻ ബഗാൻ്റെ ഫുള്ളി സ്ട്രെങ്തഡ് ഇന്ത്യൻ ടീമിനോട് അല്ലെങ്കിൽ യങ് സ്ക്വാഡിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു യങ് ടീം അല്ല അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുള്ളി സ്ട്രെങ്തഡ് സ്ക്വാഡായിരുന്നു. എന്നിട്ട് പോലും 2-1 എന്ന സ്കോർ ലൈനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരുപാട് ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ലാതെ പലപ്പോഴും അലക്ഷ്യമായിട്ട് മത്സരങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ച നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തുനിന്നും പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഫോറിൻ താരങ്ങളുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. വരാൻ പോകുന്ന സീസണിന് മുന്നോടിയായിട്ട് ഒരുപാട് കടുത്ത തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് എടുക്കുമെന്നും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള മറ്റൊരു വാർത്തയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലൂണ മോഹൻ ബഗാനിലേക്ക് പോകുന്നു എന്നുള്ളത്. സോ നിലവിൽ പുറത്തേക്ക് വരുന്ന മറ്റൊരു വാർത്തയാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു. പക്ഷേ അത് മോഹൻ ബഗാനിലേക്കാണോ എന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം വിടുന്നു എന്നിങ്ങനെ തരത്തിലും അഭ്യൂഹങ്ങൾ ഒരുപാട് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് പോലും ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. സോ എന്തൊക്കെ വന്നാലും ഈ ഒരു വാർത്ത കൺഫേം ആവാൻ അല്ലെങ്കിൽ കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. എന്നാൽ പോലും ISLൽ 3 സീസണുകളിൽ ഫൈനലിലെത്തിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആ 3 സീസണിലും ബ്ലാസ്റ്റേഴ്സിന്
ട്രോഫി നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയുകയാണെന്നുണ്ടെങ്കിൽ ISLൽ ഏറ്റവും കൂടുതൽ പരിശീലകരെ മാറ്റി മാറ്റി ടീമിലേക്ക് എത്തിച്ച ടീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എത്തിച്ച ടീം എന്ന് പറയുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഒരുപാട് പരിശീലകർ, അതായത് ഡേവിഡ് ജെയിംസ് തൊട്ട് ഇന്നത്തെ നിലവിൽ ഡേവിഡ് കെറ്റാല വരെ ഒരുപാട് ലോഡോളം പരിശീലകന്മാരെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് പരിശീലിച്ചു. അതിൽ 3 പേർക്ക് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് ഡുറൻ കപ്പോട് കൂടിയാണ് നിലവിൽ. സോ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡുറൻ കപ്പ് നേടുക എന്നുള്ളതായിരിക്കും. കാരണം ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കിരീടം ലക്ഷ്യമിട്ടായിരുന്നു സൂപ്പർ കപ്പിന് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു മിന്നിത്തിളങ്ങുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഡുറൻ കപ്പിന് മുന്നോടിയായി തന്നെ ടീമിൽ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഫോറിൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഒരുപാട് വർക്കൗട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമിബാം റൂവെ സ്വന്തമാക്കുവാണ്ട് ബംഗളൂരു FC നിലവിൽ രംഗത്തുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല താരങ്ങളും ടീം വിടുവാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അതിനും പുറമെ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ AFFൻ്റെ ഭാഗത്തു നിന്നുള്ള ലൈസൻസും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇനി ആ ലൈസൻസ് വീണ്ടെടുക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം ആരാധകർക്കുണ്ട്. എന്നാൽ പോലും ഒരു പിഴ അടിച്ച് അല്ലെങ്കിൽ ഒരു ഫൈൻ കൊടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്ന ISL സീസണിലും അല്ലെങ്കിൽ കളിക്കാവുന്നതാണ് എന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വരാൻ പോകുന്ന ഡുറൻ കപ്പിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രകടനം ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് മാനേജ്മെൻറ്റ് തൊട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും താരങ്ങൾ വരെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തൊട്ട് താരങ്ങൾ വരെ എല്ലാവരും കൃത്യമായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്ന പോലൊരു പ്രകടനം ഈ വരാൻ പോകുന്ന ഡുറൻ കപ്പിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കുവാനായിട്ട്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിന് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഡുറൻ കപ്പ് തീർന്നു കഴിഞ്ഞാൽ വിത്തിൻ മന്ത്സിനുള്ളിൽ തന്നെ ഒന്നെങ്കിൽ ഫെഡറേഷൻ കപ്പ് തിരിച്ചു വരികയാണെങ്കിൽ അത് തുടങ്ങും, അത് എന്നുണ്ടെങ്കിൽ ISL തുടങ്ങും. അങ്ങനെയാണ് പോകുന്നത്. സൂപ്പർ കപ്പ് ഒരുപക്ഷെ വരാൻ പോകുന്ന സീസണോടുകൂടി തന്നെ അവസാനിക്കുന്ന കാഴ്ചയും നമ്മൾ വേണമെങ്കിൽ കാണുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ വരാൻ പോകുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കിരീടം നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.